CCB മലയിൽ 1986 ഈ PM ആന്റണിയുടെ നാടകം വരുന്നത്. അതിനകത്തെ പരസ്യം ഇതായിരുന്നു: ദൈവപുത്രനല്ലാത്ത യേശു, ഒറ്റുകാരനല്ലാത്ത ജൂദാസ്, വേശ്യയല്ലാത്ത മറിയം, കൊള്ളക്കാരനല്ലാത്ത ബറാബസ്. ഇതായിരുന്നു ആ നാടകത്തിൻ്റെ പരസ്യമായിട്ട് തെരുവുകളിലേക്ക് ഒട്ടിച്ചിരുന്നത്. പക്ഷേ അന്ന് വലിയ രീതിയിലുള്ള സഭയുടെ സമ്മർദ്ദമുണ്ടായി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സെൻസർ ബോർഡ് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: അങ്ങ് ഒരുപാട് സിനിമകളുടെ ഈ സെൻസറിങ്ങിന് ഇരുന്നിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഈ സെൻസർ ബോർഡ് അംഗമാകാൻ വേണ്ട യോഗ്യത? ആരാണിവർ? പ്രവീണിനെ പോലുള്ളൊരു കലാകാരൻ്റെ സിനിമയ്ക്ക് മേൽ കത്രിക വയ്ക്കാനുള്ള എന്ത് യോഗ്യതയുള്ളവരാണ് ഈ CBFCയിൽ ഇരിക്കുന്നത് ഇപ്പോൾ? CCB മലയിൽ പലപ്പോഴും നമ്മളുടെ പല സിനിമകൾക്കും ഇത്തരത്തിൽ അവരുടെ ചിത്രം കണ്ട ശേഷം നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നിരുന്ന് നമ്മളുടെ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അവരുടെ സംശയങ്ങളും വിശദീകരണങ്ങളൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിമിഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളും കടന്നുപോയിട്ടുണ്ട്. എൻ്റെ ഓഗസ്റ്റ് 1 എന്ന പേരിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. അതിനാദ്യം ഓഗസ്റ്റ് 15 എന്നാണ് പേരിട്ടിരുന്നത്. എന്നാൽ നിർമ്മാതാവിൻ്റെ ഭയം കൊണ്ട് നിർമ്മാതാവ് പറഞ്ഞു, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്, ആ പേരിൽ ചിലപ്പോൾ സിനിമയിട്ടാൽ അത് സെൻസർ തടയും, അതുകൊണ്ട് ഓഗസ്റ്റ് 1 അതിനോട് ചേർന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ട് ഓഗസ്റ്റ് 15 തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടാണ് അന്ന് ആ സിനിമ ഇറക്കിയത്. അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചും വലിയ തർക്കമുണ്ടായിരുന്നു. ആ ക്ലൈമാക്സ് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് സെൻസർ ബോർഡിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ പറയുന്നത്, ഈ പോലീസുകാരൻ അറ്റാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന ആ രംഗം കണ്ടാൽ അത് മറ്റുള്ള പലർക്കും അത് പ്രചോദനമായി തീരും, പോലീസ് സേനയിലുള്ളവർക്കും മറ്റും. അപ്പം ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു വിഷ്വൽ കണ്ടിട്ടാണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് അതിലേക്ക് കൊണ്ടുവന്നത്. അത് രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ വിഷ്വല്, അത് ലോകമെമ്പാടുമുള്ള BBC ഉൾപ്പെടെയുള്ള ലോകത്തിലുള്ള എല്ലാ പ്രധാന മാധ്യമങ്ങളും അത് സംപ്രേഷണം ചെയ്തതാണ്. ഞാനും അത് കണ്ടതാണ്. അത് തന്നെയാണ് എൻ്റെ പ്രചോദനം. പക്ഷേ ലോകമെമ്പാടും എല്ലാ ദൃശ്യമാധ്യമങ്ങളോട് പ്രദർശിക്കപ്പെട്ട ആ ഒരു വിഷ്വൽ കൊണ്ട് ലോകത്തെവിടെയും ഒരു സമാനമായ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അത്തരത്തിലൊരു വാദമുഖം ഉയർത്തിക്കൊണ്ടാണ് എനിക്ക് അന്ന് സെൻസർ ബോർഡ് ആ ചിത്രത്തിൽ പ്രദർശനാനുമതി തന്നത്. ഇത്തരത്തിലുള്ള നിരവധിയായ കടമ്പകളിലൂടെ ഞങ്ങൾ കടന്നുപോകുന്നുണ്ട്. എൻ്റെ ആശങ്ക ഇപ്പോഴും, എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചർച്ചയിലിരിക്കുന്ന പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന തുടക്കക്കാരനായ സംവിധായകൻ കടന്നു പോകുന്ന അവസ്ഥകളാണ്. 7 വർഷം ഒരു സിനിമയുടെ പുറകെ സഞ്ചരിച്ച് അത് റിലീസാകുന്ന ഈ ദിവസത്തിൽ തൻ്റെ സിനിമയ്ക്ക് സംഭവിച്ച ദുരവസ്ഥയ്ക്ക് വിശദീകരണം നൽകുവാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇവിടെ വന്നിരിക്കേണ്ട ഒരു ഗതികേടിലാണ് അയാൾ. ഇന്ന് ആ സിനിമ തിയേറ്ററിലെത്തുകയും പ്രേക്ഷകരുടെ പ്രതികരണം കണ്ട് അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകളുടെ മുമ്പിൽ പോകേണ്ടിയിരുന്ന ആൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുന്നത് ആ സിനിമയൊന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗതികേടിൻ്റെ അവസ്ഥയിലാണ്. അതാണ് ഞങ്ങളുടെ കൺസേൺ. ഞങ്ങൾ ഫിലിം മേക്കേഴ്സിൻ്റെ, ഞങ്ങൾ ക്രിയേറ്റേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ കലാകാരന്മാരുടെ കൺസേൺ അത് തന്നെയാണ്. മറ്റ് വാദമുഖങ്ങളൊന്നും, പ്രത്യേകിച്ചും രാഹുൽ ഈശ്വരൊക്കെ പറയുന്ന വാദമുഖങ്ങളൊന്നും നമ്മുടെ കൺസേൺ അല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ കലാകാരന്മാരെന്ന നിലയിൽ ഈ രാജ്യത്ത് നമുക്ക് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന ഒരു നിലപാടുകളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടോ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധമായിട്ട് ഈ 2018 തൊട്ട് ആ സിനിമയുടെ പുറകെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അന്ന് വരെയും ഇന്നത്തെ ഈ ദിവസം വരെയും ആർക്കും തർക്കമില്ലാത്ത പുതിയ തർക്കങ്ങളെ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വിഷയത്തിന് പേരിൽ, ആ സിനിമയെക്കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ല, അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ല, ഒരു പേരിനെ ചൊല്ലി എന്തൊരു അവസ്ഥയാണിത്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ കൺസേൺ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫെഫ്കയും മറ്റ് സിനിമാ സംഘടനകൾ ഉൾപ്പെടെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ആ നിലപാടിൽ നിന്നും സിനിമാ പ്രവർത്തകർ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇത്തരത്തിലുള്ള ഇതൊരു പ്രസിഡൻസായി മാറിക്കൊണ്ട് മേലിൽ ഇങ്ങനെ ഒരു ഫിലിം മേക്കർക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത് എന്നുള്ള പൂർണ്ണമായ നിശ്ചയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച സെൻസർ CBFC ഓഫീസിന് മുമ്പിൽ നമ്മൾ ഒരു
ആദ്യത്തെ നമ്മുടെ ഒരു സൂചന എന്ന നിലയിലുള്ള നമ്മുടെ ഒരു ദിവസത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു. ശ്രീ സി ബി മലയിൽ എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് ഈ CBFCയിലൊക്കെ വരുന്ന അംഗങ്ങൾക്ക്, സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് ഒരു മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ? ഒന്നോ രണ്ടോ, ഞാൻ അവരെ മോശം പറയുകയല്ല, ഒന്നോ രണ്ടോ ടെലിഫിലിമിലോ ഒക്കെ മുഖം കാണിക്കുക, അത് സംവിധാനം ചെയ്യുക, അതിൻ്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഈ സെൻസർ ബോർഡിൽ കയറിയിരിക്കുക, ഇതിനെക്കുറിച്ച് എന്താണ് എന്നൊരു കലാകാരൻ്റെ ആവിഷ്കാരത്തെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാതെ കത്രിക വയ്ക്കാൻ പറയുക, ഈ രീതി മാറേണ്ടതല്ലേ CCB മലയിൽ? ഞാൻ അതാണ് അങ്ങോട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് സെൻസർ ബോർഡിലെ എല്ലാവരെക്കുറിച്ചല്ല, സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമ പശ്ചാത്തലമുള്ള പലരും ആ സെൻസർ ബോർഡിൽ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അവരിന്ന് സജീവമായി സിനിമയിൽ നിൽക്കുന്നവരാകണമെന്നില്ല. അഭിനേത്രികളുണ്ടാവാം, മുൻകാല സംവിധായകരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യന്മാരുണ്ടാകാം. പക്ഷേ ബഹുഭൂരിപക്ഷവും വരുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കിട്ടാവുന്ന ചില ഔദാര്യങ്ങളുടെ ഭാഗമായിട്ട് എത്തിപ്പെടുന്നവരാണ്. അവർക്ക് ഒരു കലാകാരൻ്റെ ഒരു കലാപ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും അതിൻ്റെ അവർ കടന്നു പോകുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ വേദനകളൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. അവിടെ വന്നിരുന്ന് അവർക്ക് യജമാനേക്കാൾ വലിയ യജമാന ഭക്തി കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു നേരത്തെ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ അമിതമായ രാജഭക്തി കാണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Debate with Dr. Arun Kumar.